വെൽക്കം ടു എഡ്ജി വാലേജ്. +2 കെമിസ്ട്രി പരീക്ഷയ്ക്ക് വെറും 2 ദിവസം കൂടി പരീക്ഷയ്ക്കുള്ളൂ. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് 11-ാം തീയതിയാണ്. സോ 12ഉം 13ഉം എങ്ങനെ വേണം പഠിക്കാൻ, എങ്ങനെ പഠിച്ചാലും നമുക്കിനി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാമെന്ന് പറഞ്ഞുതരാം. ആദ്യം ഈ 2 ദിവസം കൊണ്ട് പഠിച്ച് തീരുമോ എന്ന് ചോദിക്കുന്ന കുട്ടികളോട് എല്ലാ ചാപ്റ്ററും പഠിച്ച് അവസാനിക്കും. നിങ്ങൾക്കിപ്പോൾ A+ ആണ് ലക്ഷ്യമെങ്കിൽ A+ അടക്കം വാങ്ങാൻ പറ്റും. കാരണം അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പറയുന്നത്, ഞാൻ അങ്ങനെ 2 ദിവസം കൊണ്ടൊക്കെ പഠിച്ച് അവസാനിപ്പിച്ചിട്ടുണ്ട് +1 +2. അന്നെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഡിലീറ്റഡ് സെക്ഷൻസ് ഇല്ല, ഡിലീറ്റഡ് ചാപ്റ്റേഴ്സ് ഇല്ല, എല്ലാം പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അന്ന് നമ്മൾ അങ്ങനെ കുറേ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും ബേർഡൻ ഇല്ല, അത്രയും ഭാരമില്ല. അപ്പോൾ നിങ്ങൾ കൂളായിട്ടിരിക്കുക. 2 ദിവസം കൊണ്ട് പഠിച്ച് അവസാനിക്കാൻ പറ്റും. കൃത്യമായിട്ട് പഠിക്കുക. പക്ഷേ അതിൻ്റെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം, അതേപോലെ ഫോളോ ചെയ്യുക. ഒരു വലിയ റിക്വസ്റ്റ് ഉള്ളത്, ഇതൊന്നും നിങ്ങൾ കുട്ടികളിലേക്ക് അയച്ചു കൊടുക്കുക. പലരും ഇത് 12-ാം തീയതി 13-ാം തീയതി കണ്ടിട്ട് കാര്യമില്ല. എത്ര വേഗം മാക്സിമം കുട്ടികളിലേക്ക് ഒന്ന് അയച്ചു കൊടുത്ത് അവരും ഇതേപോലെ പഠിച്ചോട്ടെ. അപ്പോൾ നിങ്ങൾ കാരണം മറ്റൊരു കുട്ടിക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ. പലരും ഇപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട്, പഠിക്കാൻ പറ്റുമോ, ഇനി ഒന്നും ആവില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് പഠിക്കണോ വേണ്ടയോ ഒക്കെ കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ ആലോചിച്ചിരിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയൊന്നുമല്ല, 2 ദിവസമുണ്ട്. 2 ദിവസം പ്രോപ്പറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്, ഓർഗാനിക്കിൻ്റെ ചാപ്റ്റേഴ്സൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ മതിയോന്ന്. അങ്ങനെ പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ബാക്കിയുള്ള പാഠങ്ങളിൽ നിന്ന് എന്തു വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അതാണൊരു സംഭവം ഉള്ളത്. ബാക്കിയുള്ള പാഠങ്ങളിൽ നിന്ന് എങ്ങനെയൊക്കെ ടഫ് എന്തൊക്കെ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം, എങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം, നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും പാഠം സ്കിപ്പ് ചെയ്യണം, മെയിൻ പാഠങ്ങൾ മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നെയിംഡ് റിയാക്ഷൻസ്, എല്ലാ പാഠത്തിൽ നിന്നുള്ള നെയിംഡ് റിയാക്ഷൻസ്, ഓർഗാനിക് ആവട്ടെ എന്തോ ആവട്ടെ, നെയിംഡ് റിയാക്ഷൻസ് പഠിക്കുക. അല്ലാതെ ഒരു പാഠം 2 പാഠം 3 പാഠം സ്കിപ്പ് ചെയ്യാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെയിം റിയാക്ഷൻസ് പഠിക്കുക. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. താഴെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്താൽ ഇതിൻ്റെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. ആ വീഡിയോസെങ്കിലും കണ്ടാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ പാഠങ്ങൾ സ്കിപ്പ് ചെയ്യുന്നതിന് പകരം ടോപ്പിക്കുകൾ നിർബന്ധമായിട്ടും പഠിക്കുക. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. നെയിം റിയാക്ഷൻസ് പഠിക്കുക. അതേപോലെ തന്നെ നിർബന്ധമായിട്ടും ആൽഡിഹൈഡും ആൽക്കഹോളും പഠിച്ചിരിക്കണം. അത് പഠിച്ചാൽ കുറേ ഈസി ക്വസ്റ്റ്യൻസ് അതിലുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും പഠിക്കുക. ദെൻ കോർഡിനേഷൻ കോമ്പൗണ്ട് പഠിക്കുക. ദെൻ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, സൊല്യൂഷൻസും കെമിക്കൽ കൈനറ്റിക്സും നന്നായി പഠിക്കുക. ഈ സെക്ഷൻസ് നന്നായി നോക്കുക. അപ്പോൾ സ്കിപ്പ് ചെയ്യാന്നുള്ളവർ ഇപ്പോൾ ആദ്യത്തെ ഒരു 2 പാഠം കോർഡിനേഷനും ആൽഡിഹൈഡും ആൽക്കഹോളും, മൊത്തം 5 പാഠം അതെന്തായാലും പഠിക്കുക. ബാക്കി പിന്നെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക. പക്ഷേ സംഭവം ഇതാണ്, ബാക്കിയുള്ള പാഠങ്ങളിൽ എന്തെങ്കിലും വന്നാൽ ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വീഡിയോ ക്ലാസ് കാണുക. ഞാനിപ്പോൾ നാളെ മുതലേ മെയിൻ ചോദ്യങ്ങൾ, ഓർഗാനിക്കിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അതേപോലെ തന്നെ ഈസി 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ വീഡിയോസ് വരുന്നുണ്ട്. ആ വീഡിയോസ് നന്നായി പഠിച്ച് ഈ പറഞ്ഞ പാഠങ്ങൾ കൂടി പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്ത് 40-45 സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാം പഠിക്കാൻ പറ്റില്ല, എല്ലാ പാഠം പഠിക്കാൻ പറ്റില്ല എന്നുള്ളവർ ഇങ്ങനെ വേണമെങ്കിൽ ചൂസ് ചെയ്ത് പഠിച്ചോളൂ. അത് നന്നായിരിക്കും കേട്ടോ. അത്രയാണ് പറയാനുള്ളത്. ഇനി അതല്ല, എല്ലാ പാഠം പഠിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പഠിക്കാനൊക്കെ പറ്റും. നാളെ മുതലേ നിങ്ങൾ അതിന് ചെയ്യേണ്ടത് മാർച്ച് 12 രാവിലെ എപ്പോഴാണ് നിങ്ങൾ എണീക്കുന്നത്, നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഫ്രണ്ട്സിലേക്ക് അയക്കുക. കാരണം എല്ലാവരും രാവിലെ കുറച്ച് നേരത്തെ എണീറ്റ് ഇതേ പ്രകാരം പഠിച്ചോട്ടെ. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഒരു 9 മണി വരെ, മാക്സിമം 9, 9:30, 10 അതിനുള്ളിൽ നിങ്ങൾ കോർഡിനേഷൻ കോമ്പൗണ്ട് പഠിച്ച് തീരണം. കോർഡിനേഷൻ കോമ്പൗണ്ടിൽ IUPAC നെയിമിങ് നിർബന്ധമായിട്ടും അറിയാം. ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, ഐസോമർസ് ഒക്കെ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഉണ്ട്, നമ്മൾ താഴെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കാം. താഴെ ഒരു ലിങ്ക് ഉണ്ട്, വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക്. അത് ക്ലിക്ക് ചെയ്തൊന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ ഞാൻ കൊടുക്കാം. ഓക്കെ. അത് കഴിഞ്ഞ് 10 മണി തൊട്ടിട്ട് 1 മണി വരെ നിങ്ങൾ ഹാലോ ആൽക്കെയിൻസ് എന്ന് പറഞ്ഞ പാഠം പഠിക്കുക. 6 മാർക്ക് 7 മാർക്കിനൊക്കെ വെയിറ്റേജ് ഉണ്ട്. ചെറിയ ചാപ്റ്ററാണ് സത്യം പറഞ്ഞാൽ. കൃത്യമായിട്ട് അതിൽ എല്ലാം പഠിക്കണമെന്നില്ല, മെയിൻ ചോദ്യങ്ങൾ. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ അതാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, 40 മാർക്ക് കൺഫേം ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അത് നോക്കിയാൽ മനസ്സിലാവും ഈ പാഠത്തിലൊക്കെ എന്താ പഠിക്കേണ്ടതെന്നുള്ളത് കേട്ടോ. തൊട്ട് മുമ്പത്തെ വീഡിയോ നോക്കിയാൽ മതി. ദെൻ 3 മണി തൊട്ടിട്ട് 6 മണി വരെ നിങ്ങൾ അതിനിടയിൽ 2 മണിക്കൂറൊക്കെ ഞാൻ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ പഠിച്ച് തീർന്നിട്ടില്ലെങ്കിൽ പഠിച്ച് തീർക്കാം, റിവൈസ് ചെയ്യാം. വേറെ വല്ല വീഡിയോ ക്ലാസ് കാണുമെങ്കിൽ വീഡിയോ ക്ലാസ് കാണാം. 3 മണി തൊട്ടിട്ട് 6 മണി വരെ ആൽക്കഹോൾസും നന്നായി പഠിക്കുക. 3 മണിക്കൂർ ഫുൾ ആൽക്കഹോൾസിന് തന്നെ കൊടുക്കുക. മെയിൻ ചോദ്യങ്ങൾ പഠിച്ച് അവസാനിപ്പിക്കുക. രാത്രി നിങ്ങൾ എന്ത് ചെയ്യണം,
7 മണി തൊട്ടിട്ട് ഒരു 8-8:30 വരെയൊക്കെ ഞാൻ നാളെ കുറേ വീഡിയോസ് ഇടുന്നുണ്ട്. ഞാൻ എൻ്റെ വീഡിയോസും നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം. അതിന് വേണ്ടി സമയം കണ്ടെത്തുക. ഒരു 1.5 മണിക്കൂറുണ്ട്. ആ 1.5 മണിക്കൂർ വീഡിയോസ് കാണുക, നോട്ട് ചെയ്യുക, അത് പഠിക്കുക. അപ്പം ഞാൻ നാളെ ഇടാൻ പോകുന്ന വീഡിയോസ് എന്ന് പറഞ്ഞല്ലോ, ഒന്ന് നെയിംഡ് റിയാക്ഷൻസ്, കഥ പോലെ പറയുന്നത്. ഓൾറെഡി ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള നെയിംഡ് റിയാക്ഷൻസ് കഥ പോലെ പറയുന്നൊരു വീഡിയോ വരുന്നുണ്ട്. പിന്നെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഒറ്റ വീഡിയോ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ വരുന്നുണ്ട്. 3 ഓർഗാനിക്, സിമ്പിളായിട്ട് ഓർഗാനിക് ചാപ്റ്റേഴ്സിന് എന്തൊക്കെ പഠിക്കണം, അതിലെ മെയിൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും, അങ്ങനെയുള്ള വീഡിയോസൊക്കെ നാളെ വരുന്നുണ്ട്. അത് നിങ്ങൾ രാത്രി കാണാം. ഇനി അതല്ല, ഈ ഗ്യാപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. 2 മണിക്ക് 3 മണിക്ക് ഇടയിലുള്ള ആ ഒരു ബ്രേക്കിനിടെ നിങ്ങൾക്ക് കാണാം. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. സോ എന്തായാലും നാളെ മുതൽ വീഡിയോസ് എല്ലാം ഉണ്ട്. രാത്രി ഒരു 9 മണി തൊട്ടിട്ട് 11 വരെ സൊല്യൂഷൻസും പഠിക്കുക. സോ നിങ്ങൾ നാളെ ഒന്നും മനസ്സ് വിചാരിച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതേപോലെ പഠിച്ച് അവസാനിക്കാം. മെയിൻ ചോദ്യങ്ങൾ പഠിക്കാം. 13-ാം തീയതി പരീക്ഷ തലേ ദിവസമാണ്. രാവിലെ ഇരുന്ന് നേരത്തെ എണീക്കുക. കുറച്ച് നേരത്തെ എണീറ്റ് 2-3 മണിക്കൂർ കൊടുത്ത് നന്നായിട്ട് ആൽഡിഹൈഡ് പഠിക്കുക. ദെൻ 9 മണി തൊട്ടിട്ട് ഒരു 11 മണി വരെ കെമിക്കൽ കൈനറ്റിക്സ് പഠിക്കുക. ചെറിയ ചാപ്റ്ററാണ്. പിന്നെ 11 മണി തൊട്ട് 1 മണി വരെ ഞാൻ അന്നത്തെ ദിവസം തന്നെ 13-ാം തീയതി കുറേ ക്വസ്റ്റ്യൻസ്, ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഇടും. ആ വീഡിയോ ആ 2 മണിക്കൂർ ഇരുന്ന് കണ്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ പല പാഠങ്ങളും അതിൽ ക്ലബ്ബായിട്ട് പൊക്കോളും. ദെൻ ഉച്ചയ്ക്ക് ശേഷം 3 മണി തൊട്ട് 6 മണി വരെ ഇലക്ട്രോ കെമിസ്ട്രിയും അമീൻസും ക്ലബ് ചെയ്ത് പഠിക്കുക. അമീൻസ് ഒരു 5 മാർക്കിന് വെയിറ്റേജ് ആണുള്ളത്. ഇലക്ട്രോ കെമിസ്ട്രി നല്ല വെയിറ്റേജ് ഉണ്ട്, അത് ആദ്യം പഠിക്കുക. നൈറ്റ് ഇരുന്ന് നമ്മളതിന് ആ ഒരു 7 മണി 8 മണിക്കുള്ളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ 6 മണിക്ക് അത് കഴിഞ്ഞാൽ ഒരു 8 മണി വരെ നിങ്ങൾ അന്നത്തെ ദിവസം ഞാൻ ഇട്ട വീഡിയോ ക്ലാസ്, ബാക്കി വീഡിയോസ് വരുന്നുണ്ടാവും, അത് കാണുക. അത് കഴിഞ്ഞ് നിങ്ങളൊരു 11 മണി വരെ മാക്സിമം ബയോമോളിക്യൂൾസും DNF ബ്ലോക്കും പഠിക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങളൊപ്പം കണ്ടാലുള്ളൊരു പ്രത്യേകത, നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കാത്ത പാഠങ്ങളിലെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് നല്ലോണം യൂസ്ഫുൾ ആവും. അപ്പോൾ എല്ലാ ചാപ്റ്ററും പഠിച്ച് തീരാനും പറ്റും. മെയിൻ ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ നിങ്ങൾക്ക് വേറെ വീഡിയോ ക്ലാസ്സിലൂടെ, നമ്മളെ ചാനലിൽ വരുന്ന വീഡിയോ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പഠിക്കാനും പറ്റും. രാവിലെ എണീറ്റിരുന്ന് എല്ലാം റിവൈസ് ചെയ്യുക. ഒരു 2-3 മണിക്കൂർ ഇരുന്ന് പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. വീഡിയോ ക്ലാസ്സുകളിൽ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ പഠിക്കാം.